അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഈ ഭർത്താവിൻ്റെ തണൽ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ സഹോദരിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബക്കാരോട് വന്നു. അപ്പോൾ നമ്മളെ താത്താണ്ട ഞങ്ങൾ വരാം, നിങ്ങളെ വീട്ടിൽ വരാൻ വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ നല്ല ചെറുപ്പക്കാരിയ ഒരു സഹോദരിമാരുടെ ഭർത്താവിൻ്റെ തണൽ നേരത്തെ നഷ്ടപ്പെട്ടാണ്. 2 ചെറിയ കുട്ടികളാണ്. ഭർത്താവില്ലാഞ്ഞാൽ പിന്നെ പണി എന്താ വെച്ചാൽ എന്തെങ്കിലും ബൈക്കിനെ പണിക്ക് പോകുന്നല്ലോ. ബൈക്കിനെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശരീരത്തിൻ്റെ തളർച്ച, നല്ല കുഴക്ക്, ഡോക്ടറെ കാട്ടി. ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് സ്കാനിങ് റിപ്പോർട്ടൊക്കെ വന്ന് അപ്പം ബയോപ്സിക്ക് അയച്ച്. ബയോപ്സി ആയപ്പോൾ മാറിലൊരു മുഴയാണ്, അത് ക്യാൻസറാണ്. ആ സഹോദരിക്ക് ഭർത്താവില്ല, 2 ചെറിയ മക്കളുണ്ട്, വരുമാനമൊന്നുമില്ല. ശരിക്കും ഭർത്താവില്ലാതായ പിന്നെ അടുത്ത പണി എന്താ? അടുത്ത പണി ഒരു പണിക്ക് പോകേണ്ടി വരും. പണിക്ക് പോയി. പണിക്ക് പോകേണ്ട ഇടയിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് കൈക്ക് ഒരു ക്ഷീണവും മറ്റോ അവസ്ഥയൊക്കെ വന്നപ്പോഴാണ് ഡോക്ടറെ കാണുന്നതും സ്കാനിങ് റിപ്പോർട്ടും എല്ലാം കഴിഞ്ഞ് അവസാനം ബയോപ്സി കൊടുത്തപ്പോൾ മാറിലൊരു മുഴയുണ്ട്, ക്യാൻസറിൻ്റെ 2nd സ്റ്റേജിലാണ്. കീമോ തുടങ്ങണം, അതിന് ശേഷം സർജറി ചെയ്യണം. അതോടുകൂടിയിട്ട് ആ ഗ്രാഫ് ഇങ്ങനെ കീപ്പിട്ട് വരികയാണ്. ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പൂരിപ്പിക്കാനാണ് കഴിയാതെ വരുമ്പോഴാണ് നേരെ ഇങ്ങോട്ട് കിടന്നു വന്നത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചിലവിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും, ചെറുതായിട്ടൊക്കെ മരുന്നിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബയോപ്സി റിസൾട്ട് വന്നതോട് കൂടിയിട്ട് ആ കുടുംബത്തിൻ്റെ താളം ഫുള്ള് തെറ്റി. അധ്വാനിച്ചു കൊണ്ടുവരാൻ ആളുമില്ല, ഉണ്ടെങ്കിൽ അത് തന്നെ പണിക്ക് പോകില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ അതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ലാബ് റിപ്പോർട്ടോ സ്കാനിങ് റിപ്പോർട്ടോ കിട്ടിയാൽ നമ്മളൊക്കെ പേര് മാറും. ഇപ്പോൾ ഇരിക്കണ സുഖമൊന്നും നമ്മളെ പറ്റി ഉണ്ടാവില്ല. അതനുസരിച്ച് അത് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നനുസരിച്ചാണ് പിന്നെ ജീവിതത്തിൻ്റെ, നമ്മൾ ആരാണെങ്കിലും, ഞാനാണെങ്കിലും നിങ്ങളായാലൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിൽ രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒരു നന്മ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഈ സഹോദരിക്ക് എല്ലാം അധ്വാനിക്കും. എന്നോടൊരു പറഞ്ഞ വാക്ക്, ഒരാളെ മുന്നിലും ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം കൈയാട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല, നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ കുട്ടികളെ നോക്കിയത്. ഇപ്പം എനിക്ക് ഈ ഒരവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരി എന്നെ കുറേ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പോന്നു. എന്തെല്ലാം ചിന്ത ഉണ്ടാവും. പിന്നത്തെ ചിന്ത എന്താ വരുന്നത് വെച്ചാൽ മരുന്ന് വേണം, നല്ല ആശുപത്രി കാണണം, ആരാ കൂടെ പോരഞ്ഞിപ്പോൾ എന്താ ചെയ്യുക. അതോടൊപ്പം തോന്നും ഇനി എൻ്റെ മക്കളെ ഭാവി എന്താവും, ഞാനൊരു ഒറ്റപ്പെടുമല്ലോ, അല്ലെങ്കിൽ മക്കളുണ്ടാവുമല്ലോ. അപ്പം കുട്ടികളെ വാപ്പണ്ടെങ്കിൽ കുറച്ചും കൂടി കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സഹോദരിമാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ആഫിയത്തുള്ള നല്ല ഇപ്പോൾ ഈ ആരോഗ്യമുള്ള സമയത്തൊക്കെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ, അത് സമ്പത്ത് കൊണ്ടാകട്ടെ ശരീരം കൊണ്ടേ. ഇപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഇപ്പോൾ നമ്മളെ ഓർഫൻ കേരള സഹോദരിമാർക്ക് അതുകൊണ്ട് നമ്മൾ നിങ്ങൾ 1 ഉറുപ്പ്യെങ്കിലും ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു. 1 ഉറുപ്പ്യ ധർമ്മം ചെയ്യുക ഒരു ദിവസം എന്നുള്ളത് സാധാരണഗതിയിൽ വലിയ പരം ഉണ്ടാവില്ല. എന്തെങ്കിലും ചിലാനം വാങ്ങി വരുമ്പോൾ 1 ഉറുപ്പ്യ കിട്ടാൻ. ഇപ്പോൾ 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യൊക്കെ ഇട്ട് വെച്ചാൽ അതൊരു മാസം ഒരു 30 ഉറുപ്പ്യ 50 ഉറുപ്പ്യ 60 ഉറുപ്പ്യൊക്കെ ആയാൽ 60 ഉറുപ്പ്യ ആയി കിട്ടിയാൽ 2 മാസം കൊണ്ട് 60 ഉറുപ്പ്യാലും ഒരു വീട് പണി എടുക്കുമ്പോൾ ഒരു കല്ലിൻ്റെ പൈസ ആവുമല്ലോ. ഒരു കൊല്ലത്തിൽ ഒരു 5-6 കല്ലിൻ്റെ കായ് കൊടുക്കാൻ പറ്റില്ല. അപ്പം വളരെ ചെറുതാണെങ്കിലും നമുക്ക് ഒരു നന്മ ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന് നമ്മളെ കൈ കിട്ടിയാൽ പിന്നെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. നമുക്ക് എന്തെങ്കിലും പറ്റുമോ? നമ്മളെ തലയ്ക്ക് ഒന്നും കയറില്ല. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങൾ വളരെ വലുതല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പം നമ്മളെ മുന്നിലുള്ള ഈ നല്ല അവസരങ്ങൾ നന്നായിട്ട് ഫലപ്രദമായി ഉപയോഗിക്കുക. പഠിച്ചവനോട് ഈ താങ്ങാനാകാത്ത പരീക്ഷണങ്ങളൊക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കിട്ടിയ അവസരങ്ങൾ സൽക്കരങ്ങൾ മുൻവരാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സ്നേഹിതൻ സുഖടെ കിടക്കണം, ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നിങ്ങളവിടെ ചെന്നാൽ അറിയാം, നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, നിങ്ങളൊന്ന് അവിടെ പോയി കാണണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം അവിടെ ചെന്ന് ഒക്കെ ഒന്ന് വാതിൽ കുട്ടികൾ തുറന്ന് നോക്കുമ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണില്ല കേട്ടോ പറഞ്ഞു. അപ്പോൾ കാഴ്ചയിൽ 40-40 വയസ്സായ നല്ലൊരു കുട്ടപ്പൻ മനുഷ്യൻ, നല്ല സുമുഖനായിരുന്നു. ഞങ്ങളെ കാണില്ല പറഞ്ഞു. അപ്പോൾ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി, നോക്കണ ഭാഗവും നമ്മൾ നിൽക്കുന്ന ഭാഗവും വേറെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ഒരു പ്രശ്നമില്ല, എനിക്ക് ജീവിതത്തിൽ അസുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, എനിക്ക് അസുഖമില്ല, 2 കുട്ടികളുണ്ട്, ഒരസുഖവും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, നന്നായിട്ട് അധ്വാനിക്കും, കുട്ടികളെ പോറ്റും. പണിയെടുത്ത് കൂടിയിടയിൽ 2 കണ്ണിനൊരു വേദന, ശക്തമായ വേദന തുടങ്ങിയപ്പോൾ വേദന ആവുന്നുണ്ടെന്ന് കൂടെ പണിക്കുന്ന ആൾക്കാരോട് പറഞ്ഞപ്പോൾ
അത് നിങ്ങളെ കണ്ണ് ഭയങ്കര ചുവപ്പാണല്ലോ, 2 കണ്ണും ചുവന്ന് കിടക്കുന്നുണ്ട്, ചോര ഇറങ്ങി 2ലും. അപ്പോൾ ഇതിന് വേദന അസഹ്യമായി എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാനിങ്ങുകളും റിപ്പോർട്ടുകളൊക്കെ നോക്കിയപ്പോൾ 2 കണ്ണും പോയി. അതായത് ഡോക്ടർ പച്ചമലത്ത് പറഞ്ഞു കൊടുത്ത്, അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ബ്ലഡ് ക്ലോട്ടായിട്ട് ആൾ തട്ടിപ്പോകുമല്ലോ, അറ്റാക്ക് വന്നാൽ രക്തസഞ്ചാരം ഇല്ലാതെ പണി കഴിഞ്ഞു പോകുമല്ലോ, ഹാർട്ട് അറ്റാക്ക് പറഞ്ഞാൽ അതാണല്ലോ. അതേമാതിരി തന്നെ കണ്ണിക്കുള്ള നരമ്പുകൾ ഒന്നായിട്ട് അടിച്ചു പോയതാണ്. ഇനി കാഴ്ച കിട്ടുമെന്ന് അറിയില്ല. കാരണം അങ്ങനെ 2 സർജറി ചെയ്യുന്ന 1 കണ്ണ് മുഴുവനും മറ്റേ കണ്ണ് 60% പോയി, 40% ഒരു കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞങ്ങളെ ഇന്ന അറിയേണ്ടി വെച്ചപ്പോൾ നിങ്ങളെ വെള്ള കുപ്പായങ്ങൾ തെളിഞ്ഞു കാണും, നിങ്ങൾ മുഖം എനിക്ക് മനസ്സിലാവണില്ല. വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ കുട്ടികളെ പോറ്റണം, അധ്വാനിക്കാൻ മക്കളില്ല, ചെറുതാണ്. ഈ മനുഷ്യനിട്ടിട്ട് ഭാര്യയ്ക്ക് ഒരു പണി എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആണുങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ പണിയെ പറ്റി ചിന്തിക്കൂലല്ലോ. എന്തെല്ലാം ആദികളാണ് ആ സഹോദരനിൽ. കുറേ നേരം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, നമുക്ക് കണ്ണുണ്ട്, ഈ കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം നന്മ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം ഒരു 2 പേജെങ്കിലും ഖുർആൻ അർത്ഥസഹിതം വായിക്കാൻ നമുക്ക്. നമ്മളെ വീടുകളൊക്കെ ഖുർആൻ പരിഭാഷ ഉണ്ടെന്ന് വിചാരിക്കണം, ഇല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും. ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഖുർആൻ ഏതായാലും ഓതുണ്ടാവും, പക്ഷെ എന്താണ് നമ്മൾ ഓതുന്നതെന്നും കൂടി മനസ്സിലായിപ്പോയി ഖുർആനിലുള്ള അർത്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പഠിച്ചോനെ കണ്ണ് ഉണ്ടായ സമയത്ത് ഞാൻ ഖുർആൻ ഓതിനല്ലോ, ഇനിയിപ്പം ഖുർആൻ ഓതാൻ വേഷം നടക്കുമോ? ഇനി ഒരു മനുഷ്യൻ്റെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ണിലുള്ള സമയത്ത് ആ സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട്. അവിടെ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ബോധ്യമായി. കണ്ണ് ഉണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ളത് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്കത് ബോധ്യമായി, ഇവിടെ നിന്ന് ഇറങ്ങാൻ വയ്യ അത്തൊരു രീതിയിൽ. എന്നിട്ട് പറയണേ, എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പൂതിണ്ടായപ്പോൾ ഞാനൊന്ന് പുറത്തു പോയി. അപ്പോൾ കുറച്ച് ധൈര്യത്തിൽ പോയതാണ്, ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സിൻ്റെ സ്റ്റെപ്പ് അറിയാതെ ബസ് വന്ന് പല ബസ്സിൻ്റെ സ്റ്റെപ്പ് പല കോലത്തിലാണ്, അങ്ങനെ വീണുപോയി. ചിലപ്പോൾ ചവിട്ട് വെക്കണേ, ഇവിടെ ചവിട്ടണമെന്ന് അറിയില്ല, ചെരുപ്പ് വേറി ഞാൻ വേറിയായി പോവാണ്. ഇത് ആരെ പറഞ്ഞു തരും, കാണാൻ നല്ല സുമുഖനായ നല്ല ആരോഗ്യമുള്ളൊരുത്തൻ. അതുകൊണ്ട് ഇപ്പം ഇനി പോകലില്ല, അങ്ങാടിക്കൊന്ന് ഇറങ്ങാനുള്ള പൂതി കൊണ്ട് ഇറങ്ങിയാണ്. എന്താ ഇപ്പം സംഭവിച്ചത്? കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്ന ഏതൊരു നരമ്പ് പൊട്ടി. എൻ്റെ മെഡിക്കൽ പരമായ കാര്യങ്ങൾ എനിക്കറിയില്ല. എന്തായാലും ഡോക്ടർ തന്നെ പറഞ്ഞു കൊടുത്താൽ അറ്റാക്ക് ഉണ്ടാകുന്ന പോലെ കണ്ണിനുണ്ടായ അറ്റാക്കാന്ന് വിചാരിച്ചാൽ മതി, തൽക്കാലം ജീവൻ ഉണ്ടല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ധൈര്യം കൊടുത്തുകൊണ്ട് വിട്ടു പറഞ്ഞു. അപ്പോൾ നമുക്ക് കേടില്ലാത്ത മൂർച്ചയുള്ള 2 കണ്ണുണ്ട്. ഈ കണ്ണ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. അതിൽ ഒന്നാണ് നമ്മൾ ഖുർആൻ ഓതുക, നല്ലതൊക്കെ കാണുക. നമ്മളെ കണ്ണും ശരീരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും മറ്റൊരാളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എൻ്റെ ഈ കണ്ണും എൻ്റെ ബുദ്ധി കൊണ്ടൊക്കെ പറ്റുമല്ലെന്നൊന്ന് ആലോചിക്കാം നമുക്ക്. അങ്ങനെ ഈ കണ്ണൊക്കെ തന്നതിന് പടച്ചവനോട് വളരെ കൂടുതൽ ശുക്ർ. അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞു, അലൻ വിജിയുള്ള വായനയിൽ അവന് നാം 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ, വലിസാന വശപ്പത്തേൻ അവന് നാം 2 ചുണ്ടുകളും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ. അപ്പോൾ 2 കണ്ണ് തന്നില്ലേന്ന് പടച്ചവൻ തന്നെ നമ്മോട് ചോദിക്കാൻ, എനിക്ക് 2 കണ്ണ് തന്നില്ലേ. പക്ഷെ ആ സഹോദരൻ പറഞ്ഞതുപോലെ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് നമ്മൾ സാധാരണ ഒരു ചെല്ലുള്ളത്, അത് എനിക്ക് ബോധ്യം വന്നെന്ന് ആ സഹോദരൻ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇനി അത് ബോധ്യം വരാൻ നമ്മൾ കാത്തിക്കണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഈ കിട്ടിയ കണ്ണുകൊണ്ട് അള്ളാഹു നമുക്ക് സംസാരിക്കാൻ തന്ന ഈ 2 ചുണ്ടുകൾ തരാ, വലിസാനം വശഫത്തേൻ അവന് നാം 2 ചുണ്ടുകളും ഉണ്ടാക്കി കൊടുത്തില്ലേ. അപ്പോൾ ഈ കണ്ണും ചുണ്ടൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണേ ഭാഗ്യവന്മാരുൾപ്പെട്ട നമ്മളൊക്കെ, അതിന് നമ്മൾ പ്രാർത്ഥിക്കാം. അതേപോലെ കഴിഞ്ഞ ഞായറാഴ്ച 2 സഹോദരിമാർ വന്നുകൊണ്ട് പറഞ്ഞു, ഒരു സഹോദരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ഇവർക്ക് ഒരു കുട്ടി തളർന്ന് കിടക്കുന്നുണ്ട്, നിങ്ങൾ ഒന്ന് കാണണം തന്നെ. ദൂരം പറഞ്ഞൊക്കെ ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ്. നിങ്ങൾ വന്ന് കാണണം. ഒരു എന്താ വെച്ചാൽ ഒന്നും പറയും, നിങ്ങളൊന്നും വന്ന് കാണിയായിരുന്നു, വേറെ ഒന്നും പറഞ്ഞില്ല. ശരി, ഇവിടെ അഡ്രസ്സ് ചെയ്ത് വെച്ച് അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഒന്ന് കാണാൻ പോയി. അപ്പോൾ ഒരു 6-7 വയസ്സായ കുട്ടി ഒരു കട്ടുമ്മൽ അങ്ങനെ മലന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ മലന്നിങ്ങനെ കിടക്കുന്നുണ്ട്. മുഖം ഒരു ഭാഗത്തേക്ക് കോടിയുണ്ട്, കൈ ഇങ്ങനെ ചുരുണ്ടിട്ടുണ്ട്, കാലിങ്ങനെ ചുരുണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ സാധാരണ ഈ സെറിബ്രൽ പൾസി എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രസവാനന്തര അസുഖം വന്നിട്ട് അങ്ങനെ കുട്ടികളൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. 5, 6, 10 വയസ്സായ കുട്ടികളൊന്നും നടക്കാതെ, കഴുത്തുറക്കാതെ, നട്ടിലുറക്കാത്ത കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് പെട്ടെന്നൊന്നും മാറൂല എന്നറിഞ്ഞാലും കൂടുതലല്ല ഇനി വിചാരിച്ചിട്ട് വന്ന് അവിടെ മാസങ്ങളോളം അവിടെ സൗജന്യ ചികിത്സ നമ്മൾ കൊടുക്കലുണ്ട്.
അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഒരു തന്നെയല്ല, എനിക്ക് ആ കുട്ടി ഒരു ഫോട്ടോ കാണിച്ചു തന്നെ, ആ കുട്ടീൻ്റെ അമ്മ. ഒരു 2 വയസ്സിൽ ഓടിച്ചാളിക്കാരൻ നല്ലൊരു സുമുഖനായ നല്ല സുന്ദരനായ ഒരു ആൺകുട്ടി. ഒറ്റ പനി വന്നതാണ്. ആ പനിയിൽ തളർന്നു പോയി. ഇപ്പം വയറിൻ്റെ ഇവിടെ ഓട്ടാക്കിയിട്ട് ഇതിൽ കൂടെയാണ്, തൊള്ളയിൽ കൂടെ ഇറങ്ങില്ല, തൊള്ളയിൽ കൂടെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. ഇതിൽ കൂടെ ഒരു പൗഡർ പോകാൻ ശരിക്കും പറഞ്ഞാൽ കാഴ്ചയില്ല, ഓ സംസാരിക്കില്ല, തൊള്ളയിൽ കൂടെ അവന് ഭക്ഷണം കഴിക്കില്ല. മലമൂത്ര വിസർജനം നടത്തുന്നത് അറിയാതെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ അവസ്മാരുണ്ടാവും. നല്ല വിലപിടിപ്പുള്ള മരുന്ന് വേണം, ഡയപ്പർ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അത് ചുരുക്കി പറഞ്ഞാൽ ഉമ്മാക്ക്. അപ്പോൾ 7 വയസ്സ് പെങ്ങൾ ഒക്കെ കുട്ടി, ഞാനും കുട്ടിയുണ്ട്, നിങ്ങൾക്കൊക്കെ കുട്ടികൾ 1, 2, 3, 5 കുട്ടികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഒരു 2 വയസ്സായ കുട്ടി പിന്നെ നീച്ച നടക്കണം, ഓടണം എന്നാണല്ലോ ഇപ്പോൾ നമ്മളെ ആഗ്രഹം. 2 വയസ്സുവരെ ഓടി തളർന്നൊരു അലോമ്പോളം നടന്നൊരു കുട്ടി പിന്നാണ് കിടന്നിട്ട് 7 വയസ്സ് 5 കൊല്ലം കിടന്ന കിടപ്പിൽ അതിന് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഉമ്മ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. പെങ്ങളുമാരായതുകൊണ്ട് വേഗം മനസ്സിലാവും, നമ്മളാണുങ്ങളെക്കാട്ടിലും മനസ്സിലാവുമല്ലോ ഈ എന്താണ് കുട്ടീൻ്റെ. ഇപ്പോൾ വില പിടിപ്പുള്ള ഒരു ബോട്ടിൽ കാണിച്ചെന്ന്, അതിന് 900 റുപ്യ വേണം. അത് 4-5 ദിവസം കൊണ്ട് അത് കൊടുത്ത് തീരും. ഇങ്ങനെ അടിച്ചു കൊടുക്കും, ഇതിക്ക് വയറ്റക്ക് ഒരു ട്യൂബ് കൂടെ കൊടുക്കണം. എന്നിട്ടിപ്പോൾ അത് വാങ്ങാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ പാലൊക്കെ നീ കുറച്ച് എടുത്താണ്ടൊക്കെ വിട്ടു. പക്ഷേ ഈ പ്രോട്ടീനൊക്കെ അടങ്ങിയ സാധനമാണ് ഈ ബോട്ടിൽ, പല സാധനം അടങ്ങിയതാണ്, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടണത്. പക്ഷേ അത് വാങ്ങുന്നവർക്ക് പൈസയില്ല. ഡയപ്പർ മാറ്റി കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ഈ കുട്ടി ചിരിക്കുകയോ വർത്തമാനം പറയുകയോ വെച്ചാൽ പറഞ്ഞു, ഈ വയറ്റിൽ പോയി മലമൊക്കെ പോയി കഴിഞ്ഞാൽ, മൂത്രമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഒച്ച ഉണ്ടാക്കും, അപ്പം മനസ്സിലായിക്കോളാം എന്നാണ് അങ്ങനെ പറയുക. അപ്പം നോക്കുമ്പം ഒച്ച അങ്ങനെ ഒരു നിരക്കം കേട്ടാൽ വയറ്റിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുക. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. അതാണ് ഉമ്മയും വല്യമ്മയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്ര പ്രയാസപ്പെടുന്ന കുട്ടികളാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ എടുത്തില്ലെങ്കിലും ഈ ലിസ്റ്റിലൊന്നും നമ്മൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ട് കൂടുതൽ ശുക്ർ ചെയ്യാമല്ലോ പഠിച്ചോനെ. ഈ 1 റുപ്യെങ്കിലും കൊടുക്കുക, 1 റുപ്യ നമ്മൾ കൊടുക്കുക. ഒരു 2 ജ്യൂസെങ്കിലും ഓതാൻ പറ്റില്ല, 2 പേജെങ്കിലും ഓതാൻ പറ്റിയെങ്കിൽ നമ്മളത് ഓതുക. എന്തെങ്കിലും നമ്മളെ കണ്ണുകൊണ്ടും തൊള്ളുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു നന്മ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചവനോട് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് പിന്നെ പൈസ കൊടുത്തില്ല എന്ന് നമ്മുടെ ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കൂലല്ലോ, ഉള്ളത് കൊടുത്താൽ മതി. പക്ഷെ നമ്മളൊരു മനസ്സുണ്ടാവില്ല, മറ്റുള്ളവരുടെ കാര്യത്തിലൊരു വേദന, ഒരാളെ കാര്യം കാണുമ്പോൾ നമുക്കൊരു തേട്ടുണ്ടല്ലോ, പഠിച്ചോനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കെങ്കിലും ചെയ്യില്ല നമുക്ക്. ഇപ്പോൾ നമ്മളൊക്കെ നാടുകളിൽ ഇപ്പോൾ നമ്മൾ ഓരോ ഞായറാഴ്ചകളോട് വരുന്ന ആളുകൾ നമ്മളൊരു വീട് പോയി കാണുന്നത് ആഴ്ചയിൽ 2-3 ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ. ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഒന്ന് നടന്നുപോയി ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത ആൾ പലപ്പോഴും കാല് കൊയ്യാം. ഡയാലിസിൻ്റെ ഇടയിൽ പലരും കാല് കൊഞ്ഞവരുണ്ട്, കൈ കൊഞ്ഞവരുണ്ട്, കാഴ്ച പോയ ആളുകളുണ്ട്, കേൾവി പോയ ആളുകളുണ്ട്. ഒക്കെ ഇതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ഒരു 1000-ൻ്റെ താഴെ ആളുകളോട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമൊക്കെ 1000, 2000, 3000 കൊടുത്തിന്. ഇപ്പം ഞാൻ ആ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ 500 റുപ്യ വണ്ടിക്കൂലി മുതലാവും. അപ്പോൾ 2 മാസത്തിന് 1000 കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കും, ഒരു ഡയാലിസിൻ്റെ പൈസയും കൂടി ആവണില്ല. പക്ഷെ നമുക്ക് 1000 ആളുകൾക്ക് ഒരു 1000 റുപ്യ വെച്ചെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം എത്ര റുപ്യ കൊടുക്കണം നമുക്ക് കിട്ടണ്ടേ? അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുറേ ആളുകൾ. ഇപ്പോൾ ഈ ക്യാൻസർ വന്നിട്ട് റേഡിയേഷൻ ചെയ്യണം, കീമോ ചെയ്യണം, നല്ല വിലപിടിപ്പുള്ള മരുന്നുകൾ കുടിക്കേണ്ട ആളുകൾ. ഓല് വന്നാൽ ഓൾക്ക് നമ്മൾ കൊടുക്കുന്നത് 500-1000 ഒക്കെ കൊടുക്കും. നമുക്ക് സാധിക്കില്ല. പിന്നെ ഓർഫൻ കെയറിലേക്ക് എന്താ വെച്ചാൽ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കിട്ടും, 2000 വരെ ഞാൻ തരാമെന്ന്. പക്ഷെ ഒരു പരിധി വരെ ഓർഫൻ കെയറിലെ സഹോദരിമാരെ അനുഭവിക്കാളും കൂടുതൽ വേദന അനുഭവിക്കുന്ന ആളുകളാണ് ഈ ക്യാൻസറും കിഡ്നിയൊക്കെ വരുന്ന ആളുകൾ. കാരണം ഓർഫൻ കെയറിലെ സഹോദരിമാർക്ക് തടിക്ക് കേടില്ലല്ലോ. ഒറ്റപ്പെട്ട ചില ഒരു 10-20 ആളുകൾക്ക് ഇത്തിരി അസുഖം സ്ഥിരം മരുന്ന് കൊടുക്കുന്നവരൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അധികം ആൾക്കാരും ഒന്നുമില്ല. ഈ കുടുംബനാഥന് മനോരോഗം വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, മാനസിക രോഗം വന്നിട്ട് അനുഭവിക്കുന്ന കുറേ ആളുകൾ. അല്ലാതെ ഇപ്പം ഞാൻ ഇന്നലെ ഒരു പാലക്കാട് ജില്ലയിൽ കൂടെ ഇങ്ങനെ ഒരു അഡ്രസ്സ്, ഭർത്താവ് മരിച്ചു പറഞ്ഞ ഒരു സഹോദരൻ്റെ വീട്ടിൽ കയറി. അപ്പം മരിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എഴുതി വെച്ചപ്പോൾ തന്നെ 2 മാസം എന്ന് പറയുമ്പോൾ പഠിച്ചോനെ ഗതികേടുകൊണ്ടാവുമല്ലോ വന്നിട്ടുണ്ടാവുക. സാധാരണ ഇപ്പോൾ ഈ കാലാവധിയിൽ 4 മാസമെങ്കിലും കഴിയാതെ അങ്ങനെ പുറത്ത് ഒരുതം കഴിഞ്ഞ് 4 മാസം ഇരിക്കുമല്ലോ. അപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളവിടെ പോയി കണ്ട്. അപ്പോൾ സംസാരമധ്യേ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞ് എന്തേനി പണി വെച്ചപ്പം പണിയൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കണ കാലത്തൊരു സുഖമില്ലേനി. ഞാൻ ഉറങ്ങലില്ല എൻ്റെ വീട്ടിൽ. കാരണം മൂപ്പര് വരുമ്പോൾ 2 കാലം മുതൽ അല്ല 4 കാലം മുതലാണ് വരിക.
ഇറങ്ങി വന്നാൽ പിന്നെ എന്താ ചെയ്യാമെന്നറിയാണ്ട് മൂപ്പര് റൂമിൽ കയറി ഇരുന്നാൽ പിന്നെ ഞാൻ നേരം വിളിക്കോളം ഉറങ്ങില്ല. പിന്നെ മൂപ്പര് പുറത്തേക്ക് പിറ്റേന്ന് പോയാലേ ഞാൻ ഉറങ്ങുള്ളൂ. എനിക്ക് പകൽ ഉറങ്ങാൻ കഴിയില്ല, രാത്രി ഉറങ്ങാൻ കഴിയില്ല. കാരണം എന്താ കാട്ടുകയെന്നറിയില്ല. അപ്പോൾ ജീവിതത്തിലുള്ള കാലത്ത് ഞാൻ കുട്ടികളെങ്ങനോ ഉണ്ടോന്ന് കുട്ടികളായിപ്പോയി എന്ന് ചോദിച്ചാൽ, പക്ഷേ ജീവിതത്തിൽ എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല, ഒരു സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും, ജീവിതത്തിൽ ഒരു സുഖം അതിന് കിട്ടിയിട്ടില്ല. ഇപ്പം ഭർത്താവ് മരിച്ചും ചെയ്ത്, അതോടുകൂടിയിട്ട് ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് 2 മാസം ഇട്ടിരുന്നിട്ട് ആ സഹോദരി ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഭർത്താവ് ഇവിടെ അല്ല, തമിഴ്നാട്ടിലാണ്. എന്താ വെച്ച് അവിടെ ജയിലിലാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചപ്പോൾ പറഞ്ഞു, കുട്ടിക്കാലത്ത്, അത് ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് 10-16 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്. അതിൻ്റെയൊക്കെ മുന്നേ ചെറിയ കുട്ടിക്കാലത്തൊരു തല്ലുംപടി ഉണ്ടായിന്. അന്ന് ആ നാട്ടിൽ നിന്ന് വന്ന ആളെ കല്യാണം കഴിച്ച്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് നേരെ വന്ന് പോലീസ് പിടിച്ചോളി. അതിനട്ടം ഗൾഫിൽ പോയി വന്ന് പലവട്ടം 2-3 കുട്ടികളായി വീടായി സൗകര്യം നേരാണ്ട് കൊണ്ടുപോയതാണ്. പിന്നെ ഇപ്പോൾ ഇതുവരെ ഒരു വിവരമില്ല. അന്ന് അന്യ സംസ്ഥാനം ആയതുകൊണ്ട് പോകാനും കൂടി നിവൃത്തിയില്ല, ഒരു നിവൃത്തിയില്ല. മഹല്ല് കമ്മിറ്റിയിൽക്കാരോടൊക്കെ ചോദിച്ചപ്പം ഈ കുട്ടികൾക്ക് മദ്രസയിൽ ഫീസ് തരുന്നില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചിക്കാണെങ്കിൽ ഇവിടെ മറയൂല. വാപ്പ മരിച്ചു, വാപ്പ സൊക്കടയിൽ കിടക്കുക, വാപ്പ മരിച്ചിക്കാണെങ്കിൽ ഇവിടെ മറയാൻ സമ്മതിക്കില്ല, നിങ്ങൾ 10,000 രൂപ ഇറക്കേണ്ട, അത് അടച്ചിട്ടില്ല കുട്ടികളെ ഫീസ്. അപ്പോൾ നിങ്ങൾ എനിക്കൊരു 5 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൽ കൊണ്ടുവന്ന് മറയതാണ് എൻ്റെ വാപ്പാനെ, ഞാൻ എന്തെടുത്തിട്ടാണ് തരുന്നത്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് നല്ല ആധാരത്തിൽ പൊട്ടിക്കരയാണ്. അവിടെ ചെന്നപ്പോൾ കുറച്ച് സംസാരം മതിയപ്പോൾ എന്താ ചെയ്യും, മല്ലൊന്നും വല്ലതും കിട്ടൂലെന്ന് ചോദിച്ചു പോയി. മല്ലാരും ഇതാണ് പറഞ്ഞത്, ഈ 100 രൂപ കൊടുക്കേണ്ട വേറെ കൊടുക്കണം, ഇപ്പോൾ 10,000 രൂപ തരാണ്ട് വീതം, അതല്ലെങ്കിൽ മരിച്ചവിടെ വെക്കില്ല. എൻ്റെ പെരയിൽ കൊണ്ടുവന്ന് വെച്ചാൽ എൻ്റെ വാപ്പ ഞങ്ങളാരും മരിച്ചാൽ തരാണ്ട് ഞാൻ അവിടെ ഒളിച്ച് പോന്നു. 1 കിലോ അരിൻ്റെ പണി അവിടെ നിന്ന് കിട്ടില്ല. അന്ന് മാത്രമല്ല 100 രൂപ കിട്ടിയില്ലെങ്കിൽ കുട്ടികളെ പുറത്താക്കും. ഏറെക്കുറെ നിങ്ങളൊക്കെ നാട്ടിലും ഇങ്ങനെ തന്നെ കഴിക്കാറും. കാരണം ചില ഭർത്താവ് മരിച്ചതിന് ശേഷം മദ്രസയിലെ ഫീസ് ഒഴിവാക്കലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവില്ലേ? ഇല്ല, അധികം ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. മദ്രസയിലെ ഫീസ് വേണം, അത് വേണം. സത്യത്തിൽ 50 കൂട്ടി സത്യത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ ആളില്ലല്ലോ യഥാർത്ഥത്തിൽ. ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു വഴി 20 കൊല്ലം വയലിൽ നിന്നാണ്. ഓ, എന്നിട്ടും ഇളവില്ല. അതാണ് ഇപ്പോൾ 20 കൊല്ലം പള്ളിയിൽ ഇനിയിപ്പോൾ മാത്രം ഇനി പള്ളിയിൽ നിന്നാലും ഞാനിപ്പോൾ ഒക്കെ നിങ്ങൾ തന്നെ വ്യാപനം. ഇത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമല്ല, പല ഭാഗങ്ങളും. ഇപ്പം നമുക്കൊരു 1300 ചില്ലാനം സഹോദരിമാരിപ്പോൾ നമ്മളെ കൊടുത്തു കിട്ടൂലല്ലേ? ഇതാണ് പല സ്ഥലത്തും സ്ഥിതിയാണ്. പിന്നെ മിണ്ടാതെ ഉള്ളു കുടുങ്ങി കുത്തിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് ഇവിടെ പോയിട്ട് വാദപ്രതിവാദം നടത്താനും കഴിയൂലല്ലോ. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണിത്. ഇപ്പോൾ ഒരു ആളാണ് ഇപ്പോൾ മാത്രമല്ല, ഒരാളാണ് മരിച്ചാൽ ആ ആൾ, ഇപ്പോൾ ഞാൻ എന്നോട് മരിച്ചുകൂട്ടിക്കോളി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ചെറിയ കുട്ടികളല്ല, അന്ന് ചെറിയ കുട്ടികളാണെങ്കിൽ ഞാനിവിടെ സ്റ്റാൻഡിൽ ഡ്രൈവറായി നടക്കുന്ന ആളാണ്. എൻ്റെ കൂടെ പഠിച്ചവരുണ്ടാവും. എൻ്റെ മയ്യത്ത് കൊണ്ടുപോയിക്കോ എന്തായാലും 10-500 ആളൊക്കെ ഇപ്പോൾ എന്തായാലും അവിടെ വന്ന് കാണുമല്ലോ. ഒന്ന് ആലോചിക്കാമല്ലോ, പഠിച്ചോനെ ഈ ചങ്ങായി ഓട്ടോ ഷോട്ടി നടക്കേനി, അല്ലെങ്കിൽ ഇപ്പം കൂലിപ്പണിത്ത് നടക്കേനി, ഒന്നിനകത്ത് നമ്മൾ കുട്ടികളില്ല, 2-3 മക്കളുണ്ടല്ലോ, ഇവരൊക്കെ ഒന്ന് ആകേണ്ടി വരെ നമ്മളൊന്ന് പോയി നോക്കുക. എന്തെങ്കിലും അവനാൻ്റെ പെണ്ണുങ്ങളെ കൂട്ടി പോയിട്ടോ ഇതേലാണ് ചെന്ന് പോയി ചോദിച്ചു നോക്കുക, എന്തെങ്കിലും വീട്ടിൽ കുട്ടികൾ സ്കൂളും മദ്രസും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ, എന്താ ഉള്ളത്, ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടാനൊന്നും ഈ പറയുന്ന ആളുകൾ. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് ഓരോരോ മഹല്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങളാരും ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ 10, 50, 60, 100, 110, 135 ആ മട്ടന്നൂർ, അതിപ്പോൾ നമ്മൾ ഗൂഡല്ലൂരുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് കാണേണ്ട സ്ഥലങ്ങളാണ്. നിങ്ങൾ കാണാത്തൊരു 10-15 പെണ്ണുങ്ങളുടെ നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരലില്ല. ഗൂഡല്ലൂരിൻ്റെ നെല്ലാക്കോട്ട, എല്ലാമല, മേഫീൽഡ്, അതായത് 110 കിലോമീറ്റർ ഗൂഡല്ലൂർക്കുണ്ട് ഇവിടുന്ന്. അവിടുന്ന് പിന്നെ ഒരുപാട് മല, 10 മണി 12 മണിക്കൊക്കെ ആനുള്ള വീടുകൾ ഏരിയകളുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പേടി, കാട്ടാനെ ഒന്നും നോക്കിക്കുമ്പോൾ പേടിച്ച് ഉരുക്കി നിൽക്കണേ അത്രയും പറയാം. പക്ഷെ ഓരോടെ നമ്മൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. അവിടെ ഒരു ഓഡിറ്റോറിയം ഫ്രീ കിട്ടും, ഇതേമാതിരി ഹാള് ഫ്രീ കിട്ടും. ഒരു ഹോട്ടലുകാരൻ അയാൾ വെറുതെ തരും, പൈസ കൊടുക്കണ്ട. പിന്നെ നമുക്ക് പോകണ ഓൾക്കും നമുക്കൊക്കെ ഫുഡും ഫ്രീ തരും. ഓൻ പറഞ്ഞു, ഞാൻ ഈ ഹോട്ടലിൽ നടത്തുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഫ്രീ തരാം, വരുന്നവർക്കും തരാം, ഒരു പൈസ നിങ്ങൾ മുടക്കണ്ട. ചിലപ്പോൾ എൻ്റെ വക പെരുന്നാളിനൊക്കെ ഒരു 500 റുപ്യ വന്നവർക്ക് എല്ലാവർക്കും കൊടുത്താൽ ഞാൻ തരാം. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു മനുഷ്യൻ, കുറച്ച് നന്നാക്കട്ടെ. അപ്പോൾ
അതുകൊണ്ട് പോലും ഇങ്ങോട്ട് വരുത്തലില്ല. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്ന കുറേ ആളുകൾ. അപ്പോൾ പറഞ്ഞതെന്തെന്ന് വെച്ചാൽ ഈ കുടുംബനാഥൻ്റെ വേർപാടോടുകൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, ഡയാലിസിന് ആളുകൾ, ക്യാൻസർ വന്ന ആളുകൾ, കിഡ്നി വന്ന ആളുകൾ, മനോരോഗം വന്ന ആളുകൾ, ആക്സിഡൻറ്റിലും സ്ട്രോക്കൊക്കെ വന്നിട്ട് കൈകാലുകൾ തളർന്നും സംസാരം ഇല്ലാതെ മുഖൊരു ഭാഗത്തേക്ക് കൂടിയ ആളുകൾ, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളെ മുന്നിലുണ്ട്. കണ്ണിന് നല്ല കാഴ്ചയുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയും, നമുക്ക് കേൾക്കണമുണ്ട്, നമ്മളെ ബുദ്ധിശക്തി നല്ലോണമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾക്ക് ഒരുപാട് നന്മകൾ സമൂഹത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് പരിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, നേരത്തെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ എണ്ണി അല്ലാഹ് പറയുന്നത് വൈൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ. വൈൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല. അപ്പോൾ പടച്ചോൻ നമുക്ക് തന്ന, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ നമുക്കതിനെ കണക്കെടുക്കാനാവില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നേരത്തെ പറഞ്ഞു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറി ഉണ്ടായാൽ നമുക്ക് അത് മാറിലൊരു മുറി വന്നിട്ട് അവിടെ ഒരു ഭാഗം ഒഴിവാക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കുന്ന വേദന എത്രയാണ്. ബുദ്ധിശക്തി പോയൊരു മനുഷ്യൻ ആ വീട്ടിൽ അനുഭവിക്കുന്ന, ഭാര്യ മക്കൾ അനുഭവിക്കുന്ന വേദന എത്രയാണ്. ഒന്ന് നല്ലപോലെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ വീട്ടിലുള്ള മക്കളും ഭാര്യ അനുഭവിക്കുന്ന വേദന എത്രയാണ്. നല്ലപോലെ സംസാരിച്ചിട്ട് ഒരു മനുഷ്യൻ സംസാരിക്കാൻ കഴിയാതെ മുഖം കൂടി പറയാനുള്ളത് പറയുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് കേൾക്കണില്ല. അത് മനസ്സിലാകാതെ കേൾക്കണൊക്കെ അത് മനസ്സിലാതെ വെക്കുമ്പം ഈ പറയുന്ന ആളെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥതകൾ. നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്ററിലൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ട് ഭാര്യക്കാലോ ഫിസിയോതെറാപ്പി അവിടെ ചെയ്യുന്നു, നമുക്ക് ഓരോ വേദന പ്രകടിപ്പിക്കാൻ പറയാനവർക്ക് സാധിക്കണില്ല. പക്ഷെ അവർ പറയുന്നുണ്ട്, ഇവർക്ക് മനസ്സിലായാൽ ആളുകൾക്ക് അസ്വസ്ഥത, അങ്ങനെ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകൾ. ഇങ്ങനെ പലതരം പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മളെ ഒപ്പമുണ്ട്. എന്നിട്ട് അപ്പം ഇതെല്ലാം കാണുമ്പോൾ ഇപ്പം വയറ്റിൽ പോണ 2 വയസ്സായ കുട്ടി പിന്നെ 5 കൊല്ലക്കാലം വയറ്റിൽ പോകാതെ നിൽക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന എത്രയാണ്. ഇങ്ങനെ എണ്ണാലൊതുങ്ങാത്ത പരീക്ഷണങ്ങൾ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അതിലേറെ എണ്ണാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പോണത്. അപ്പോൾ നമുക്ക് പടച്ചവനോടുള്ള, നമുക്ക് അള്ളാഹുവിനുള്ള ബാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് പൈസ തിന്നിട്ടില്ല, നമ്മളെ ഭർത്താവ് മരിച്ചുപോയി, വിചാരിച്ച മാതിരി നമ്മളെ സാമ്പത്തിക കാര്യങ്ങളൊന്നും നടക്കണില്ല, അതുകൊണ്ടിപ്പം ഇങ്ങനെയൊക്കെ ആയാൽ മതി. അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ തിന്നണല്ലോ പടച്ചോനെ. അള്ളാഹു തആല നമുക്ക് ഇതൊക്കെ തന്നല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നൊരു പടച്ചോൻ നമുക്ക് പറയുന്നത് വൈൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണ്, നിങ്ങൾക്ക് അതിനെ കണക്കെടുക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന 3, 4, 5 പ്രശ്നങ്ങളാണ് വലുത്. പക്ഷേ നമുക്കതിൽ ഏറെ, ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഈ പറഞ്ഞ ഗണത്തിലൊന്നും അള്ളാഹു തആല നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ പടച്ചോൻ എന്താ കൊടുത്തത്? നമ്മൾ അള്ളാഹ്ക്ക് എന്താ കൊടുത്തത്? നമ്മളെ കൊടുക്കുന്നത് തട്ടിച്ച് നോക്കുമ്പോൾ എത്രയോ കുറവല്ലേ കാരം. അപ്പോൾ ഇങ്ങനെ കൂടുതൽ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുക, എന്നിട്ട് കൂടുതൽ നന്മകൾ ചെയ്യുക. അതിൽ ഏറ്റവും വലിയ സംഗതി തന്നെ അള്ളാഹുവിന് ഏറ്റവും വലിയ ശുക്രാണ് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന അതൊരു ആരാധനയാണ്. പ്രാർത്ഥിക്കും തോറും ഇഷ്ടമുള്ളൊരു പടച്ചവനാണ്. പടപ്പുകളോട് ചോദിക്കും തോറും ചിലപ്പം വെറുപ്പേക്കാരൻ കേൾക്കണു, നാളും ചോദിച്ചെന്ന്. അള്ളാഹു ചോദിക്കും തോറും ഇഷ്ടമുള്ളൊരു അള്ളാഹുവിനെയാണ് അള്ളാഹ് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തി. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ചോദിക്കുന്നത് കിട്ടിയാലും ഇവിടുന്ന് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അതിനൊരു പ്രതിഫലം. പ്രാർത്ഥന ആരാധന ആയതുകൊണ്ട് ദ്വാരക്കണേൻ്റെ ഒരു കൂലി വേറെ കിട്ടും. 3-4 രീതിയിൽ പ്രാർത്ഥന ചെയ്യുന്ന ഒരു സദാശ പറയും. ഒന്ന് ചോദിച്ചത് തരും, അല്ലെങ്കിൽ നമുക്കുള്ളൊരു വിപത്ത് തട്ടി മാറ്റപ്പെടും, അല്ലെങ്കിൽ നാളെ സ്വർഗത്തിലൊരു നിധിയാക്കി അള്ളാഹു തആല നമുക്ക് തരും. അപ്പം വെറും കൈയോടെ തട്ടാൻ അള്ളാഹു ലജ്ജിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് അത് വെറുതെ ആണ് മടക്കില്ല, 3-4 രീതി കിട്ടും. അപ്പം നമുക്ക് ചോദിച്ചാൽ കിട്ടും, അതല്ലെങ്കിൽ ഒരു വിപത്ത് തട്ടി മാറ്റപ്പെടും, അതല്ലെങ്കിൽ നാളെ പരലോകത്ത് നമുക്കൊരു നിധിയാക്കി തരും. അപ്പോൾ ഈ രീതിയിൽ ചോദിക്കുക. അപ്പം വിശ്വാസം പറഞ്ഞ മറ്റൊരു ഹദീസിൽ 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഖിയാമത്ത് നാളിൽ ആദമിൻ്റെ മകൻ്റെ, അത് മനുഷ്യൻ്റെ കാലടികൾ വിചാരണ നിലയം വിട്ടു പോവുകയില്ല. അതിന് പ്രയാസമാണ്. അതിലൊന്ന്, അവൻ്റെ ആയുഷ്കാലത്തെ പറ്റി അത് എന്തിനു വിനിയോഗിച്ച് തീർത്തു എന്ന് ചോദിക്കും. അവൻ്റെ യുവത്വത്തെപ്പറ്റി അത് എന്തിൽ നശിപ്പിച്ചു എന്നും, അവൻ്റെ ധനത്തെപ്പറ്റി അത് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും, എങ്കിൽ എങ്ങനെ ചെലവഴിച്ചു എന്നും, എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും എന്തിൽ ചെലവഴിച്ചു എന്നും, അവനറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചതെന്നും. ഇതിലിപ്പോൾ നമുക്ക് ആയുഷ്കാലം ഒരു വിഷയമാണ്. അതിൽ പെട്ടതാണ് നമ്മൾ യുവത്വങ്ങളൊക്കെ പലരും ചെറുപ്പക്കാരുകളാണ്. അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാം. പണം സമ്പാദിച്ച വഴി ശരിയായിരിക്കും, ഹലാലായ രീതിയിലാണ് ഇപ്പോൾ നമ്മളൊക്കെ കയ്യിലുള്ളത്. അത് നിങ്ങൾ ഇവിടുന്ന് തരുന്നതും നിങ്ങളിൽ വേചാറുണ്ട്, 100% ഹലാലായ പൈസക്കാരോ. പക്ഷേ ചിലവഴിക്കുന്ന രീതിയിൽ നമ്മൾ ആ പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചിലവഴിക്കേണ്ടത്, അത്
ഈ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തരുന്ന പൈസ അത് ചിലവഴിക്കുമ്പോൾ 100% അള്ളാഹുക്കും റസൂലിനും ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിലൂടെ ചിലവഴിക്കണം. അവനറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചതെന്ന്. ഇപ്പം നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ ദിക്ർ ചെയ്യില്ല. ഇപ്പോൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാം. ഇപ്പം നിസ്കാരം 5 നേരം ഇപ്പോൾ നമ്മളൊക്കെ ഏതായാലും നിസ്കരിക്കും. പക്ഷേ സുബഹിൻ്റെ 1 മണിക്കൂർ മുമ്പൊക്കെ നീച്ച് ഒന്ന് ഒരുങ്ങി ഒരു അരമണിക്കൂർ നേരെങ്കിലും കുറച്ച് ഖുർആനും കുറച്ച് ദിക്റും കുറച്ച് ദുആകളും സലാത്തും അത് പതിവാക്കിയാലേ, ഇപ്പം അല്ലാഹു തആല സുന്നത്തരാക്കിയ കാര്യം നമ്മൾ ഫർളാക്കുന്നുള്ളതല്ല, പക്ഷേ പാതിരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഫലം കിട്ടും. ഇപ്പം നമ്മൾ ഒരു സുബഹിൻ്റെ 1 മണിക്കൂറൊക്കെ മുമ്പ് നീച്ച് ഒരു അരമണിക്കൂറൊക്കെ ഒരുങ്ങി ഒരു അരമണിക്കൂർ നേരെങ്കിലും ഒരു 10-15 നിസ്കരിക്കാനും ഒരു 10-15 മിനിറ്റ് ദിക്റും ദുആയും സലാത്തൊക്കെ ചൊല്ലി ഒരു അര-മുക്കാൽ മണിക്കൂർ നേരം നമ്മളിങ്ങനെ എല്ലാവരും ഭൂമിയൊക്കെ ഉറങ്ങി എല്ലാവരും നിശ്ചലായിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കടന്നുറങ്ങി നമ്മളിങ്ങനെ പാതിരാത്രിയിൽ റൂം വായിലടിച്ചിട്ടിരുന്ന് കുറേ സ്വകാര്യ ദുഃഖങ്ങളുണ്ടാവും, കുറേ നമ്മളെ മക്കളായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവും, അതിലേറെ നമ്മളെ പരലോകത്തിൻ്റെ വിഷയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറയാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു കേൾക്കും. ആ പ്രാർത്ഥന സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള സംവിധാനം ഇപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ 10,300 ചില്ലാനം സഹോദരിമാർക്ക് 2,000, 3,000, 4,000, 4-5 കുട്ടികൾക്ക് 5,000 വരെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അധികം ആളുകൾ ഒരു 3,000-ആണ്. സത്യത്തിൽ 500 ചില്ലാനം ആളുകൾ തന്നതുകൊണ്ടാണ് ഈ 1,300-ലധികം ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. സത്യത്തിൽ ഓര് നിങ്ങളെ കണ്ടിട്ടില്ല, ഇന്നെ കാണാത്തവരുണ്ട്, ഈ സംവിധാനം കാണാത്തവർ. അള്ളാഹുവിനെ മാത്രം കണ്ടിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് ആ പ്രതിഫലം അള്ളാഹിൻ്റെ അടുത്ത് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ വേറെ ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ സഹായിക്കുന്ന ആളുകൾ നമുക്കവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ എന്താണ്? ഈ പാതിരാത്രിയിൽ പഠിച്ചോനെ ഓല് ആരാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഇവിടെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഒരഭിമാനത്തിന് ഒരു കോട്ടം തട്ടാതെ അന്തസ്സോല് വാങ്ങി പോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സംവിധാനം നിലനിർത്തി കിട്ടണം. തരുന്ന ആളുകൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കണം. അതിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രാർത്ഥന നടത്തിയാൽ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു പ്രതിഫലം വേറെ കിട്ടും. അപ്പോൾ അത് ഇത്ര ലാഭമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. വിശ്വാസം പറഞ്ഞു, ഒരാൾ ഈ ലോകത്ത് വെച്ച് വിശ്വാസിയുടെ ഒരു പ്രയാസം അകറ്റിയാൽ അന്ത്യനാളിൽ അവൻ്റെ പ്രയാസം അള്ളാഹു അകറ്റുന്നതാണ്. ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലഞ്ഞ ഒരാൾക്ക് ആരെങ്കിലും ആശ്വാസം നൽകിയാൽ ഈ ലോകത്തും അള്ളാഹു അയാൾക്ക് എളുപ്പം പ്രദാനം ചെയ്യും. തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹു തൻ്റെ അടിമയെയും സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും. നമ്മളൊരാളെ ബുദ്ധിമുട്ട് മാറ്റിയാൽ അള്ളാഹ് നമ്മളെ 2 ലോകത്തും ബുദ്ധിമുട്ട് മാറ്റും. അതിന് നല്ലൊരു നിയത്ത് വേണം. നമ്മൾ ആ ആളെ തൃപ്തിയും അതൃപ്തിയും ഒന്നുമല്ല, പഠിച്ചവനെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സഹായിക്കുന്നത്. അവിടെ നമ്മൾ ആ നിയ്യത്തിൻ്റെ കരുത്താണ് നമുക്ക്. അപ്പോൾ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മാറ്റിയാൽ അതൊരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റാം. ഒരു ഉപകാരം, ഒരു നല്ലൊരു വർത്തമാനം പറയും. അപ്പോൾ ഒരു നല്ല വർത്തമാനം കൊണ്ടെങ്കിലും ഒരാളെ സഹായിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പരിശുദ്ധ മറ്റൊരു ആയത്ത്, വബ്തൈ ഫീമ ആത്തക്കല്ലാഹു ദാറൽ-ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. അപ്പം നമുക്ക് അതൊരു നന്മ ചെയ്താൽ നമ്മളതുപോലെ നമ്മളും നന്മ ചെയ്യാം. അപ്പോൾ നന്മ ചെയ്യാനുള്ളൊരു മനസ്സ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കൊരു ശുക്ർ. അപ്പോൾ കിട്ടിയത് കുറവാണെങ്കിലും നമ്മളെ മനസ്സിലെപ്പോഴും ഇങ്ങനെ ചിന്ത, പഠിച്ചവനെ ഒരു നന്മ ചെയ്യണം. ഇന്നെന്താ ചെയ്യുക? ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ ഇന്നിപ്പോൾ എന്ത് നന്മ എനിക്ക് ചെയ്യാൻ പറ്റുക? ഖുർആൻ ഓതാ, ദിക്റില്ല, ഒരാളോട് നല്ല വർത്തമാനം പറയുക, ഒരു രോഗം സന്ദർശിക്കാൻ പോകുക, അയലക്കത്തെ ആരെയും കുടുങ്ങിന് ഓരോ നോക്കി എന്തെങ്കിലും ഒരു നന്മ, അള്ളാഹുക്കും റസൂലിനും ഇഷ്ടപ്പെട്ട ഒരു നന്മ ഇന്ന് ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യണം എന്നൊരു നിയ്യത്ത് നിങ്ങൾ ഇറങ്ങി നോക്കി. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. നമ്മൾ ഓർഫൻ കല സ്പോൺസർമാർ, നമുക്ക് സക്കാത്ത് വിധം തരുന്ന ആൾക്കാർ, നമുക്ക് സദക്ക തരുന്ന ആളുകൾ, ഇപ്പോൾ ഇവിടെ ഈ എല്ലാ ദിവസവും ഞായറാഴ്ചകൾ ഇവിടെ വരുമ്പോഴൊക്കെ ഭക്ഷണം തരുന്ന ആളുകൾ, ചായയും പൊറാട്ടയും വാങ്ങി തരുന്ന ആൾക്കാർ, പച്ചക്കറി തരുന്ന ആൾക്കാർ, മീൻ തരുന്ന ആൾക്കാർ, ചിലപ്പോൾ മാംസം തരുന്ന ആൾക്കാർ, പെരുന്നാളിന് പർദ്ദ വാങ്ങി തന്ന ആളുകൾ, സ്കൂൾ തുറക്കും ബുക്ക് വാങ്ങി തരുന്ന ആൾക്കാർ, ഇങ്ങനെ കുറേ ആളുകൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടായതുകൊണ്ടാണ് നമുക്കിതൊക്കെ നടത്താൻ പറ്റുന്നത്. അല്ലാതെ നമ്മളാരും കുടിയെന്ന് കൊണ്ടുവന്നിട്ടോ ഒന്നുമല്ലല്ലോ നടത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് അവർക്കൊക്കെ പ്രാർത്ഥിക്കുക. എത്ര ആളുകൾക്കൊക്കെ ദുന്യാവിൽ സമാധാനം കിട്ടണം, നാളെ പരലോകത്ത് അവർക്ക് നല്ല സ്വർഗം കിട്ടണം. നമ്മൾക്കും ഈ കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ ശുക്ർ ചെയ്ത് നന്ദി കാണിച്ച് അതുവഴി സൽക്കർമ്മമൊക്കെ അധികരിപ്പിച്ച്
സ്വർഗ്ഗം കിട്ടണം. ആ കിട്ടുന്ന ഭാഗ്യമാരെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളെ സഹായിക്കുന്നവർക്ക് അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുഞ്ഞുമണ്ടാടെ ശിവകത്തെ വിളിച്ചു.